മറ്റാരും അറിയാതെ രണ്ടുപേർക്കിടയിൽ മാത്രം വേര് പിടിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അതിന് വെള്ളവും വളവും നൽകാൻ മൂന്നാമതൊരാൾ കടന്നു ചെല്ലേണ്ടതില്ല. അത് അവരിൽ മാത്രം തളിർക്കുകയോ കൊഴിയുകയോ ചെയ്യട്ടെ. നാം അറിഞ്ഞതാണ് മഹാദേവനായി കത്തുകൾ എഴുതിയ അതിഥിയെ. ഇന്നിപ്പോൾ അതിഥിക്കായി മഹാദേവ് എന്ന പേരിൽ ഇടവേളകളിൽ കുറിച്ച് കത്തുകൾ വരുന്നു. കൊൽക്കത്ത വരെ തനിക്ക് എഴുതിയ ആ കത്തുകൾ എത്തിയിരിക്കുന്നു. തന്റെ ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരാളാണത്. പിന്നീട് വന്ന കത്തിലൊന്നിൽ അവസാനത്തെ കത്ത് എന്ന പ്രയോഗം അവളെ ആകാംക്ഷയിലെത്തിച്ചു. ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അപ്പോഴും വെറുതെ ഓർത്തിരിക്കാനെങ്കിലും സ്നേഹിച്ചതിന്റെയും സ്നേഹിക്കപ്പെട്ടതിന്റെയും വേദനയില്ലാത്ത ചില ഓർമ്മകൾ ഉണ്ടാവണം. ലോകത്തെവിടെയും എത്താൻ വേണ്ടിയുള്ളതായിരുന്നില്ല മഹാദേവിനായി ഡയറിയിൽ എഴുതിയ ആ കത്തുകൾ. ഏകാന്തതയായിരുന്നു ആ കത്തുകൾ നിറയെ. ഡയറി വായിച്ച ശരണിനെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ശരണിന് മുൻപേ അതിഥിയെ കണ്ടത് രാഹുലായിരുന്നു. ആ വായന അതൊരിക്കലും വെറുമൊരു കൗതുകത്തിന്റെ പുറത്തൊന്നുമായിരുന്നില്ല. കുഞ്ഞായിരുന്ന രാഹുലിന് അച്ഛന്റെ മരണശേഷം അച്ഛനോട് സംസാരിക്കുന്ന അമ്മയെയാണ് കാണാൻ കഴിഞ്ഞത്. ഇന്നും അച്ഛനായി ഭക്ഷണം വിളമ്പി വെക്കുന്ന അമ്മയെ. അവനെ ഒരിക്കലും സന്തോഷിപ്പിച്ചിരുന്നില്ല അവയൊന്നും. ശരൺ ഇന്ന് മിഴിയിലെത്തി നിൽക്കുകയാണ്. ആരാണ് മിഴി? അവൾക്കെല്ലാം നഷ്ടമായത് എങ്ങനെയാണ്? ശരണായിരിക്കുമോ അതിന് ഉത്തരവാദി? ഈ വൈകിയ വേളയിൽ രാഹുൽ എന്തിനാണ് അതിഥിയെ ശരണിന്റെ അരികിൽ എത്തിച്ചത്? അതിഥി തന്റെ ഓർക്കിഡ് പൂക്കൾ മിഴിക്ക് നേരെ നീട്ടി. ലയ എല്ലാം അറിഞ്ഞിരുന്നു. സാമും അഖിലും എല്ലാത്തിനും സാക്ഷിയാണ്. ഇനി ശരണിന് അതിഥിയിലേക്കൊരു തിരിച്ചുപോക്കുണ്ടാകുമോ?